യേശുവിൻ്റെ പ്രിയ മക്കളായ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദൈവത്തോടൊപ്പം ഒരു കൂട്ടായ്മയായി ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുകയും ആ ദൈവം നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഓരോ നിമിഷങ്ങളും നമ്മൾ ദൈവത്തോടൊപ്പം പങ്കിടുന്നതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിതാനവും കൂടാരവും ആയി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏത് പ്രവൃത്തിയിലും കർത്താവിൻ്റെ മഹത്വം നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ടായിരിക്കും. ദൈവത്തോട് ചോദിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുമ്പോഴും ദൈവം അത് ശുഭമാക്കിക്കൊള്ളും എന്ന് നമ്മൾക്ക് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച കർത്താവ്. അതേ കർത്താവ് പറയാണ്, എല്ലാറ്റിനും മുകളിൽ, നിൻ്റെ തലയ്ക്ക് മുകളിൽ ഞാൻ നിനക്ക് ഒരു വിതാനവും കൂടാരവുമായി നിലകൊള്ളുമെന്ന്. കൂടാരം നമ്മൾ അടിക്കുന്നത് വിശ്രമിക്കുവാൻ വേണ്ടിയാണ്. തണൽ നമ്മൾ തേടുന്നത് നമ്മുടെ യാത്രയിൽ എവിടെയെങ്കിലും ഒരു നിമിഷം നമ്മൾക്ക് ഒന്ന് ശാന്തമായി നിൽക്കുവാൻ വേണ്ടി. നമ്മൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മൾക്ക് താങ്ങും തണലുമായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. നിൻ്റെ മുന്നിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളിലെല്ലാം നിൻ്റെ അഭയമായി നിൽക്കുന്നത് നിൻ്റെ പിതാവായ ദൈവം മാത്രമായിരിക്കും. ആ വിശ്വാസം നമ്മളിൽ ആഴമായിട്ടുണ്ടെങ്കിൽ ആ സർവശക്തനായ ദൈവത്തിൻ്റെ തണലിലാണ് നിങ്ങൾ കഴിയുന്നതെന്നുള്ള വിശ്വാസം അവനാണ് നിൻ്റെ കോട്ടയെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്കെല്ലാം ദൈവാനുഗ്രഹമായി മാറും. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദർശനങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അനുഗ്രഹങ്ങളിലൂടെയും ഈശോ അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലട്ടെ. അവരെ ഈശോയുടെ സ്വന്തമാക്കി മാറ്റട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ
സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.